കാരണം നിങ്ങൾക്കറിയാമോ, വഖഫ് ബോർഡ് മാസ്റ്റർ പ്ലാൻ ചെയ്തു വെച്ചത് 33,000 ഏക്കറാണ് കേരളത്തിൽ കൈയേറാൻ. അവരുടെ അന്യാധീനപ്പെട്ട ഭൂമി എന്നാണ് അവർ പറയുന്നത്. അത് ഞങ്ങളാരും പറയില്ല, രേഖകളോടെ അവിടെ സംസാരിക്കുന്നത് 33,000 ഏക്കർ. അപ്പോൾ 33,000 ഏക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അതിന് വലിയ ശ്രദ്ധ കൊടുക്കില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ന് കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയൊരു സംസ്ഥാനം 60% വെള്ളമാണ്, 10% നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറാണ്, 10% വനഭൂമിയാണ്, ബാക്കി 20%-ലാണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്. ഈ 20%-ൽ 33,000 ഏക്കർ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. അതിൻ്റെ ഒരു വ്യാപ്തി പറഞ്ഞു തരാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന 119 ഏക്കർ, മുനമ്പം അറ്റം തുടങ്ങി ചെറായി ബീച്ചിന്റെ മെയിൻ സെന്റർ വരെ 3.5 കിലോമീറ്റർ ഉള്ളത്. ഈ 3.5 കിലോമീറ്ററിനകത്താണ് 119 ഏക്കർ. അപ്പൊ 33,000 ഏക്കർ സാറൊന്ന് കൂട്ടി നോക്ക്. കേരളത്തിന്റെ പകുതി കേരളത്തിന് പോകും. അത് അന്യാധീനപ്പെട്ടു പോണത് വേറൊരാൾക്കാരല്ല, ഹൈന്ദവന്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമിയാണ്. ഇവിടെ ഈ ഒരു 4.5 കിലോമീറ്ററിന് കഴിഞ്ഞിട്ടാണ് ഈ ഒരു മുസ്ലിംമാന്റെ വീടുള്ളത്. ഇന്ന് കേരളം അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ഇതിന് അപ്പുറത്തെ കരയില് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കരയാണ്. വഖഫിന് ആരും ക്ലെയിം ചെയ്തിട്ടുള്ള ഒന്നുമില്ല. അവിടുത്തെ ഒരു ചേച്ചി KSF-ൽ കുറി വിളിച്ചെടുത്ത് ചിട്ടിയെടുത്ത് കഴിഞ്ഞ് ആധാരം കാണിക്കാൻ പറയുമല്ലോ. അപ്പൊ അവർ KSF കേരള സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണെന്ന് അറിയും. KSF അവരോട് പറഞ്ഞു, ഒന്ന് വഖഫ് ബോർഡിൽ പോയിട്ട് ഒരു NOC വാങ്ങിച്ചിട്ട് വന്ന് പറഞ്ഞു. ഇത് ഇനി കേരളത്തിലല്ല, ഇപ്പൊ ഇവിടെയുള്ള ബാങ്കുകൾ ഓൾറെഡി അവരുടെ ലീഗൽ അഡ്വൈസേഴ്സ് സംസാരിച്ചു തുടങ്ങി. NOC വഖഫ് ബോർഡിന്റെ NOC